സൗദി അറേബ്യയും ഇന്തോനേഷ്യയും $2,700 കോടി പരസ്പര സഹകരണ കരാറിൽ ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, പെട്രോകെമിക്കൽസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിക്ഷേപം നടത്തും. ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ സൗദി അറേബ്യൻ സന്ദർശന വേളയിലാണ് കരാറുകൾ ഒപ്പുവച്ചത്. സൗദി അറേബ്യയും ഇന്തോനേഷ്യയും ചേർന്ന് $2,700 കോടി സംയുക്ത കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോയുടെ സൗദി സന്ദർശന വേളയിലാണ് കരാറുകൾ കൈമാറിയത്. പ്രസിഡന്റ് സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. പുനരുപയോഗ ഊർജ്ജം, പെട്രോകെമിക്കൽസ്, പ്രതിരോധം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലെ സാമ്പത്തികവും തന്ത്രപരവുമായ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതാണ് കരാറുകൾ. ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കാർബൺ ബഹിർഗമന നിയന്ത്രണ എക്കോണമി മോഡലുകൾ എന്നിവയുൾപ്പെടെ ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിലുള്ള പരസ്പര സഹകരണം, വ്യോമയാന ഇന്ധന സേവനങ്ങൾ എന്നിവയിലും ഇരു രാജ്യങ്ങളും പങ്കാളിത്തം ശക്തമാക്കും. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയും ഗൾഫിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും അവർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്ത പ്രാധാന്യവും അടിവരയിടുന്നതാണ് പുതിയ കരാറുകളെന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം.